വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 20 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവരാണ് നിങ്ങളെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞിട്ട് വെറും 8 ദിവസം മാത്രം ഈ ഞാൻ പറയുന്ന 2 ചലഞ്ചസും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ പ്രഗ്നൻസി കിട്ടാനായിട്ട് ബോഡിയെ ഓവറോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. അത്രത്തോളം എഗ്ഗിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും എൻഡോമെട്രിയം തിക്കണാവുന്നതിനും ഈസ്ട്രോജനും LH-ഉം FSH-ഉം ഒക്കെ നോർമൽ ആകുന്നതിനും അതുപോലെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും എന്നിങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ 2 ടിപ്സ്. അപ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഉലുവ വെള്ളമാണ്. ഒരുപാട് പേർക്ക് ഗ്രാമ്പു വെള്ളം കുടിച്ചിട്ട് റിസൾട്ട് കിട്ടാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഗ്രാമ്പുവിനോളം തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പിൽ ഞാൻ സംസാരിക്കുന്നത് ഉലുവയെ പറ്റിയിട്ടാണ്. ഉലുവയില്ലാത്ത കിച്ചൺ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉലുവ ആഡ് ചെയ്യാറുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് സ്ത്രീ ശരീരത്തിലും പുരുഷനും എന്തെല്ലാം ഗുണങ്ങളാണ് ഉലുവ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഉലുവ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിലടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ വെച്ചിട്ട് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, നമ്മുടെ തലച്ചോറിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് നമ്മുടെ ശരീരത്തിലെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെയും മറ്റു പല പ്രവർത്തനങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഏകീകരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഈ ഉലുവ ഉപയോഗിക്കുമ്പോൾ സ്ത്രീകൾക്ക് കിട്ടുന്ന ഗുണം എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം കേട്ടോ. നമ്മുടെ മെൻസ്ട്രൽ ക്രാംസ് ഒന്ന് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത് അതികഠിനമായിട്ടുള്ള വയറുവേദന ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഡിസ്മെനോറിയ പോലുള്ളൊരു കണ്ടീഷൻ നമുക്ക് ഉണ്ടായി കഴിയുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് പലരും പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉലുവ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. രണ്ടാമതായിട്ട് ഇത് സെക്സ് ഡ്രൈവ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് ഇതിലുള്ളത് കൊണ്ട് തന്നെ അതുവഴി നമ്മളുടെ ശരീരത്തിലെ സെക്സ് ഡ്രൈവ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്കും കൂടി ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഓർഗാസം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. ഓർഗാസം ഉണ്ടാകുന്ന ഒരു സ്ത്രീയുടെ മസിൽസ് ഒക്കെ നല്ലതുപോലെ കൂടെ സ്ട്രെച്ച് ആവുകയും സെർവിക്കൽ മ്യൂക്കസ് ഒരുപാട് ശരീരത്തിൽ നിന്നും ആ ഒരു സമയത്ത് പ്രൊഡ്യൂസ് ആവുകയും ചെയ്യുന്നു. ലൂബ്രിക്കേഷൻ ശരീരത്തിൽ കൂടുതലായിട്ടുണ്ടാകുമ്പോഴേക്കും സെമന് കുറച്ചധികം നാളുകൾ ശരീരത്തിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷനും അവിടെ ഒരു പ്രിപ്പയർ ആയിട്ട് വരുന്നു. അതുകൊണ്ട് നിങ്ങൾ കഴിവതും ആ ഒരു ഉലുവ വെള്ളം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് വെയിറ്റ് മാനേജ്മെന്റ് ആണ്. നമുക്ക് പല ആളുകൾക്കും PCOD ഉള്ള ആളുകൾക്ക് അവരുടെ ഉയരത്തിനേക്കാളും അവരുടെ പ്രായത്തിനേക്കാളും കൂടുതലായിരിക്കും ശരീരഭാരം ഉണ്ടാവുന്നത്. നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടും ഫാറ്റ് ടിഷ്യൂസ് അടഞ്ഞുകൂടുമ്പോഴേക്കും അതിന്റെ ഫലമായി നമുക്ക് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകുന്നു. നമ്മുടെ അടിവയറിന്റെ ഭാഗത്തായിട്ട്, നമ്മുടെ തൊടയുടെ ഭാഗത്തായിട്ട്, നമ്മുടെ ആ ഒരു അണ്ടർആമിന് താഴെയുള്ള ഭാഗത്തായിട്ടും ഒക്കെ കൂടുതലായിട്ട് ടിഷ്യൂസ് അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഇത് ഹോർമോൺസിന്റെ ഇംബാലൻസസ് ഉണ്ടാക്കുന്നു. റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ഓവറീസിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഇത് സാരമായിട്ട് ബാധിക്കുന്നു. അതുകൊണ്ട് ഇത് വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് മാത്രമല്ല, നമുക്ക് സ്കിന്നിലാണെങ്കിലും മറ്റുള്ള ഹെൽത്ത് കണ്ടീഷൻസ് നമുക്കുണ്ടെങ്കിലും, സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് ശരീരത്തിൽ ഡൈജസ്റ്റ് ആയിട്ട് അത് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലോട്ടും അതിന്റെ ഗുണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, അബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന്റെ അല്ലെങ്കിൽ ഒരു മെഡിസിന്റെ ഗുണം നമുക്ക് ശരീരത്തിൽ കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഡൈജഷൻ നമുക്ക് പ്രോപ്പർ ആയിട്ട് നടക്കണം. ആ ഒരു സപ്പോർട്ട് നമുക്ക് ഗ്യാസ് ട്രബിൾ ഒന്നും ഇല്ലാതെ, ഹാർട്ട് ബേൺ ഒന്നും ഇല്ലാതെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അടുത്ത ബെനിഫിറ്റ്, നമുക്ക് ഓവുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ ഓവറീസിന്റെ പ്രവർത്തനമെല്ലാം കൃത്യമായിട്ട് ഏകീകരിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അണ്ടം വളരുന്നതിനും അണ്ടം പൊട്ടുന്നതിനും ഒരു സിഗ്നൽ ശരീരത്തിൽ കിട്ടുകയാണെങ്കിൽ അണ്ടം നല്ല ക്വാളിറ്റിയോട് കൂടി വളർന്ന് റപ്ചർ ആകാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവുലേഷൻ നടക്കാത്ത ആളുകൾക്കാണെങ്കിലും കണ്ണും പൂട്ടി ഉലുവ വെള്ളം ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. PCOD ഉള്ള ആളുകൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവരുടെ ഷുഗർ ലെവലിൽ വരുന്ന വ്യത്യാസം. PCOD ഉള്ളവർക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് ഷുഗർ ലെവൽ കൂടുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ശരീരഭാരവും വർദ്ധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒപ്പം നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുന്നതിനും നമ്മുടെ PCOD
ഡി ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. PCOD ഉള്ള ആളുകൾക്ക് ഒരുപാട് സൈഡ് എഫക്ട്സും ഒരുപാട് സിംറ്റംസും ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് നമ്മുടെ വെയിറ്റ് നല്ലതുപോലെ കൂടുക, നമുക്ക് ഓവുലേഷൻ നടക്കാത്ത സിറ്റുവേഷൻസ് വരിക, നമ്മുടെ മെൻസ്ട്രേഷൻ ഇറഗുലർ ആയിട്ട് പോവുക, നമുക്ക് ഫേസിലെ ഹെയർ വരിക, ഇങ്ങനെയുള്ള പല സിംറ്റംസും നമുക്ക് PCOD ഉള്ള ഒരാളിൽ കാണാനായിട്ട് സാധിക്കും. ഈ സിംറ്റംസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഉലുവ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ ആ ഒരു ഓവറിയുടെ ഹെൽത്ത് നല്ലതുപോലെ നടക്കുന്നതിനും നമ്മുടെ ശരീരത്തിൽ ഓവറീസിൽ കൂടുതൽ സിസ്റ്റ് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് ചെയ്യുന്നു. ഓവറിയിൽ സിസ്റ്റ് ഡെവലപ്പ് ആകുന്നതിനനുസരിച്ചിട്ട് ഓവുലേഷൻ നടക്കാനായിട്ടുള്ള ചാൻസസ് നമുക്ക് അവിടെ കുറയാറുണ്ട്. അപ്പോൾ അതൊന്ന് ഓവർകം ചെയ്യാനായിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ഹെൽപ്പ് എന്ന് പറയുന്നത് പലർക്കും വെള്ളപ്പോക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് വജൈനൽ ഡിസ്ചാർജ് ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവുന്നവരുണ്ട്. ചിലർക്ക് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാകും, ചിലർക്ക് ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ ചിലപ്പോൾ ചൊറിച്ചിൽ മാത്രമായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. വേറെ ഫൗൾ സ്മെല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് ഒരുപാട് ഡിസ്ചാർജ് ആയിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ആ ഒരു വെള്ളപ്പോക്ക് കൂടുതലായിട്ട് വരുന്നതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഉലുവ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തത് പുരുഷൻ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് നോക്കാം. പുരുഷനും ഇതുപോലെ തന്നെ സെക്സ് ഡ്രൈവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരു താല്പര്യമില്ല. ഓവുലേഷൻ ഡേറ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ സമയത്ത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഔട്ട്പുട്ട് നമ്മുടെ ആ ഒരു ഇജാക്കുലേഷൻ സംഭവിക്കുമ്പോഴേക്കും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നമുക്ക് മാറ്റണമെങ്കിൽ സെക്സ് ഡ്രൈവ് കൂടുതലായിട്ട് അങ്ങോട്ട് ഇൻക്രീസ് ആവണം. അതുപോലെ തന്നെ പുരുഷന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്രത്തോളം ഒരു ഫോർപ്ലേയോ അല്ലെങ്കിൽ ഒരു ഓർഗാസമോ നടത്തിയിട്ട് സ്ത്രീയെ അതിലോട്ട് കൊണ്ടുവരാൻ പുരുഷന് കഴിവുണ്ടോ അത്രത്തോളം അവർക്ക് ആ ഒരു പ്രോസസ്സ് എൻജോയബിൾ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇത് ഉപയോഗിക്കുന്നത് വഴി പുരുഷന്മാർക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് ആ ഒരു കോണ്ടാക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ജാക്കുലേഷൻ വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഉലുവ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇനി ഉലുവ വെള്ളം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഉലുവയിൽ എന്തെങ്കിലും നമുക്ക് പാക്കറ്റ് മേടിക്കാനായിട്ട് കിട്ടും. ഏതെങ്കിലും പ്രൊഫഷണൽ സ്റ്റോറുകളിൽ നിന്നോ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ നിങ്ങൾക്ക് ഉലുവ മേടിക്കാനായിട്ട് കിട്ടും. വീട്ടിൽ തന്നെ ഉലുവ ഉള്ളവരാണെങ്കിൽ അതിൽ പൊടിയൊന്നും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഒന്ന് മുറത്തിലിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പറിലിട്ടിട്ടോ ഒന്ന് അരിച്ച് നല്ലതുപോലെ ആക്കിയിട്ട് നമ്മൾ എടുക്കുക. പൊടിയൊന്നും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഈ ഉലുവ എടുത്തിട്ട് ഒരു കുറച്ച് മതിയായിരിക്കും, അതായത് നമ്മളൊരു ഉലുവയുടെ ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കുക. ഇത് കുതിർന്ന് വന്നു കഴിയുമ്പോഴേക്കും ഇതിന് നമ്മൾ ക്വാണ്ടിറ്റി കുറവാണ് ഇട്ടതെങ്കിൽ ഇത് കുതിർന്ന് വന്നു കഴിയുമ്പോൾ ഇതിന്റെ സൈസൊക്കെ ഒന്ന് ബൾജ് ആവാനായിട്ട് തുടങ്ങും. കുറച്ച് കൂടുതലുള്ളത് പോലെ നമുക്ക് തോന്നും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിൽ ഇട്ടാൽ മതിയായിരിക്കും. തലേ ദിവസം നിങ്ങൾ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. അതായത് ഒരു 1/2 ടീസ്പൂണാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതെടുത്തിട്ട് നിങ്ങൾ തലേ ദിവസം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളത്തിൽ നിങ്ങൾ അത് കുതിർത്താനായിട്ട് വെക്കുക. ഒരു ഗ്ലാസ്സിലാണ് നിങ്ങൾ കുതിർത്താനായിട്ട് വെക്കുന്നതെങ്കിൽ അത് 1/2 ഗ്ലാസ്സായിട്ട് ചുരുങ്ങുന്നത് വരെ നിങ്ങൾ ബോയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നിങ്ങൾ വെള്ളം വറ്റിക്കരുത് കേട്ടോ. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ബോയിലിംഗ് കൂടി ചെയ്യുന്ന സമയത്തും നമ്മൾ സോക്ക് ചെയ്തിടുന്ന സമയത്തും ഇതിന്റെ സത്ത് നല്ലതുപോലെ നമുക്ക് കിട്ടും. അതല്ല നിങ്ങൾക്കിപ്പോൾ ബോയിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിളച്ച വെള്ളത്തിൽ തന്നെ തലേ ദിവസം കുതിർത്താനായിട്ട് വെക്കുക. അങ്ങനെ വെക്കുമ്പോഴേക്കും ഏകദേശം നമുക്ക് ആ ഒരു സത്ത് കിട്ടിയിട്ടുണ്ടാകും. തിളപ്പിച്ച വെള്ളമാകുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം കുടിക്കാമല്ലോ. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിൽ മാത്രം നിങ്ങളിത് കുതിർത്താനായിട്ട് വെക്കുക കേട്ടോ. കൂടുതൽ നിങ്ങൾ വെക്കേണ്ട. ഗ്രാമ്പൂ വെള്ളം പോലെയോ കറുവപ്പട്ട വെള്ളം പോലെയോ അല്ല, ഉലുവ വെള്ളം നല്ല കയ്പാണ്. നമുക്ക് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ കുടിച്ച് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞില്ലേ എത്രത്തോളം ഗുണങ്ങൾ, ഒരു 10 ബെനിഫിറ്റ് തന്നെ സ്ത്രീകൾക്ക് മാത്രം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇത് സഹായിക്കും കേട്ടോ. ഉലുവ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ ഉലുവ കളയുക, വെള്ളം മാത്രം നമ്മൾ കുടിച്ചാൽ മതി കേട്ടോ. ഏകദേശം ഒരു പീരിയഡ്സിന്റെ സമയം മുതൽ നിങ്ങൾ ഓവുലേഷൻ നടക്കുന്ന സമയം വരെ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. ഒരു ദിവസം ഒരു നേരം നിങ്ങൾ കുടിച്ചാൽ മതി. രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ ഇത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചില ആളുകൾക്ക് ഗ്രാമ്പു വെള്ളം പറ്റാത്തവരുണ്ട്. അത് കുടിക്കുമ്പോൾ ശരീരത്തിലെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടുന്നു അല്ലെങ്കിൽ സ്പോട്ടിങ് ഉണ്ടാവുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഉലുവ വെള്ളം കുടിക്കാവുന്നതാണ് കേട്ടോ. ഭാര്യമാര് മാത്രം ഇത് ഓവുലേഷൻ വരെയുള്ള ഒരു ഡേറ്റ് ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും. പുരുഷന് കൊടുക്കുന്ന സമയത്ത് ഓരോ എൻറ്റയർ മന്തും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു 2 മാസമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചില ആളുകൾക്ക് ഫസ്റ്റത്തെ ഒരു സ്ട്രെച്ചിൽ തന്നെ റിസൾട്ട് കിട്ടും. കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കൊക്കെ കൃത്യമായിട്ട് തങ്ങ് കുടിച്ചു കഴിയുമ്പോഴേക്കും പ്രവർത്തനങ്ങളും അണ്ടം പൊട്ടുന്നതും എല്ലാം പ്രോപ്പറായിട്ട് തന്നെ നടക്കും. ഒപ്പം ഹസ്ബൻഡ് കൂടി എടുക്കുകയാണെങ്കിൽ ഡബിൾ ബെനിഫിറ്റ് നമുക്ക് അവിടെ ആ ഒരു സമയത്ത് ഉണ്ടാവും കേട്ടോ. ഹസ്ബൻഡിന് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഇല്ലെങ്കിലും നിങ്ങൾക്ക് PCOD ഓവുലേഷൻ നടക്കാത്തതിന്റെ പ്രശ്നം
പ്രശ്നമോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്ത് നോക്കുക. നമ്മുടെ കിച്ചണിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു വസ്തുവാണത്. അതുകൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ളൊരു സൈഡ് എഫക്റ്റും ഇത് ഉപയോഗിക്കുന്നത് വഴി കിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ടിപ്പിലോട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ചലഞ്ചാണ് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ, ഒരുപാട് സക്സസ് സ്റ്റോറീസിൽ ആളുകൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്. ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കാൽഭാഗം നേരെ ഉയർത്തി ഒരു മദറിലോട്ട് വെക്കുക. ബോഡിയുടെ ഒരു പോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് 90 ഡിഗ്രിയിൽ നിൽക്കുന്നതായിരിക്കും ഈ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസിന്റെ ഒരു പോസ് എന്ന് പറയുന്നത്. നമ്മുടെ ബാക്കിന്റെ പോർഷൻ കറക്റ്റ് ആയിട്ട് മദലിൽ മുട്ടുക, രണ്ട് പാദവും ഉയർത്തി മദലിന്റെ മുകളിലോട്ട് നമ്മൾ വെക്കുക. ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ അബ്ഡോമിനൽ ഭാഗത്തേക്ക് ഉണ്ടാകുന്നു. നമ്മുടെ ഇടുപ്പിന്റെ ഭാഗത്തേക്കും നമ്മുടെ യൂട്രസിന്റെ ഭാഗത്തേക്കും അത് നല്ലതുപോലെ പ്രഷറിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഈ എക്സസൈസ് നമുക്ക് 15 മിനിറ്റ് വരെ 10 മിനിറ്റ് വരെയൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പൊസിഷനിൽ നിന്ന് കഴിയുമ്പോൾ കാലിൽ മരവിപ്പോ അസ്വസ്ഥതയോ ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കേട്ട് എക്സസൈസ് ട്രൈ ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ ഒരു 5 മിനിറ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ദെൻ റിലാക്സ് ചെയ്യുക, പിന്നെയും 5 മിനിറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. 15 മിനിറ്റ്സ് ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. കാലിൽ ചിലപ്പോൾ ആ ഒരു എക്സസൈസ് ചെയ്ത് എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് മരവിപ്പോ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ചില ആളുകൾ ഇത് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് മാറ്റിക്കളയും. അങ്ങനെ മാറ്റിക്കളയേണ്ട ഒരു എക്സസൈസ് അല്ല ഇത്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പോസ്റ്റിൽ നോക്കുക, ആ ഒരു രീതി നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക കേട്ടോ. നല്ലതുപോലെ ശ്വാസം വലിച്ചു വിട്ടിട്ട് സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.